നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഇരുന്നിങ്ങനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ്. ഇഫ് യു ആർ സീയിങ് ദിസ് വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് ഡു ഫോളോ അലോങ്. ലൈക്ക് ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ. അതെ, അങ്ങനെ തന്നെയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഡൂയിങ്. ഓക്കെ, കൊള്ളാല്ലേ? ഇത് ഞാൻ തന്നെ റീസൈക്കിൾ ചെയ്തെടുത്ത മെഴുകുതിരി, കത്തിച്ചിട്ടില്ല. ഇത് എസ്തെറ്റിക് അല്ല, ഇത് ചന്ദനത്തിരിയാണ്. റൂമിന് നല്ല മണം വരാൻ. ആൻഡ് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ കപ്പ് പ്ലസ് ചൂടുള്ള ജീരക വെള്ളം, ഇൻ കേസ് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാൻഡി ആയിട്ട് ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഞാൻ എന്നെപ്പറ്റി കുറച്ച് പറയാം, ബിക്കോസ് ഐ എം എ വെരി പ്രൈവറ്റ് പേഴ്സൺ. ഐ നോ ഇത് കുറച്ചൊരു ഐറോണിക്കലാണ് എൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ ഐ എം എ പ്രൈവറ്റ് പേഴ്സൺ. ഐ വോണ്ട് ടു കീപ് ഇറ്റ് ദാറ്റ് വേ. എൻ്റെ പേര് ഭാഗ്യ എന്നാണ്. ഐ എം എൻ ആർക്കിടെക്റ്റ് ബൈ പ്രൊഫഷൻ, ഫോൺ ബറൂഫ്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഞാൻ ജനിച്ചത് തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം. ഞാൻ വളർന്നതൊക്കെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം. ഞാൻ പഠിച്ചത്, അതായത് എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ, മൈ ആർക്കിടെക്ചർ ജേർണി, എവറിത്തിങ് വാസ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ 2-3 ജില്ലകളിലായിട്ട് ഇങ്ങനെ വിജിലംബിച്ച് കിടക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂറോപ്പിലാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്ക്ലോസ് ദി എക്സാക്ട് പ്ലേസ് ഫോർ മൈ പേഴ്സണൽ റീസൺസ്. ആൻഡ് ദിസ് വീഡിയോ ഇത് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. സോ the content of this video is going to be for the first time travelers. There are so many people out there who is planning to go abroad, study, work for എങ്ങനെയാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കുറേ ആളുകൾ ഔട്ട് ദെയർ ഉണ്ട് എന്ന് എനിക്കറിയാം. കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി യു വിൽ ഫൈൻഡ് ഫ്രം ദിസ് വീഡിയോ. പക്ഷേ ഐ പ്രോബബ്ലി ഒന്ന് സമ്മപ്പ് ചെയ്യാം ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ ഭാഷയിൽ എനിക്കറിയുന്നത് പോലെ ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ വീഡിയോയുടെ ഉദ്ദേശം. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അലോങ് ഫോർ മോർ സച്ച് യൂസ്ഫുൾ വീഡിയോസ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് കൂടാണ്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ. ചില രാജ്യങ്ങളിൽ നമുക്ക് ഓൺ അറൈവൽ വിസ എടുക്കാം. ഫോർ എക്സാമ്പിൾ തായ്ലൻഡോ മാൽഡീവ്സോ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് മാൽഡീവ്സ്, പക്ഷേ തായ്ലൻഡിലെ ഓൺ അറൈവലാണ്. യൂറോപ്പിലെ എല്ലാ രാജ്യത്തിലും നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിസ എടുക്കണം. വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. സോ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് എവിടേക്കാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്ക് മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. പറഞ്ഞു വരുമ്പോൾ നമ്മളെ പറിച്ച് നടുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പം ഞാൻ വന്നപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം ഞാൻ എടുത്ത ഫ്ലൈറ്റിന് 23 kilos ആയിരുന്നു ലഗേജിൻ്റെ അലവൻസ്. അപ്പം ഞാൻ അങ്ങനെ 2 ലഗേജും 1 ഹാൻഡ് ബാഗും ആണ് ചൂസ് ചെയ്തത്. അപ്പം 46 കിലോ സാധനങ്ങളും പ്ലസ് എൻ്റെ 7 kg ലാപ്ടോപ്പ് ബാഗും ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ വേണ്ടി വന്നത്. പക്ഷേ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അരിപ്പൊടി, ശർക്കരപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം പാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലഗേജ് പോരാണ്ട് വന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ വേറൊരു എക്സ്ട്രാ ലഗേജും കൂടെ എടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 90 കിലോ അടുപ്പിച്ചുള്ള സാധനങ്ങൾ, അതായത് എൻ്റെ ലാപ്ടോപ്പ് ബാഗ്, 7 kg ക്യാരി ബാഗ്, എൻ്റെ ലാപ്ടോപ്പ് ബാഗിൻ്റെ അകത്തുള്ള കുറേ സാധനങ്ങൾ, അതെല്ലാം കൂടിയിട്ട് എനിക്കൊരു 90 കിലോ സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സർപ്രൈസിംഗ്ലി ഞാൻ ഒറ്റയ്ക്കായിരുന്നു അത്രയും സാധനങ്ങൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ അപ്പുറം ഒരു 90 കിലോ സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെയാണ് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയിറ്റ് ഓഫ് സാധനങ്ങളാണ്. നമ്മൾ എത്ര കിലോ സാധനങ്ങളാണ് വെയിറ്റിന് ഉദ്ദേശിക്കുന്നത്, അത്രയും ലഗേജ് അലവൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുക. ഈ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഓഫ് ലഗേജസ് ആണ് നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റണത്. ഒന്ന് ലഗേജ്, 2 ക്യാരി ഓൺ ലഗേജ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ലഗേജ് നമ്മുടെ കൂടെ ഹോൾ ജേർണിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ്. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റിലെ ഫുൾ ടൈമിൽ നമ്മുടെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗേജസ് ആണ് ക്യാരി ഓൺ ബാഗേജസ്. അതല്ല ലഗേജ് എന്നാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് പോകുന്ന സാധനങ്ങൾ. അതായത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് പിന്നെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളാണ് ലഗേജസ്. മറ്റേത് ക്യാരി ഓൺ ലഗേജസ്. അങ്ങനെ ഈ 2 ടൈപ്പ് ലഗേജസ് ആണ് മെയിൻലി ഫ്ലൈറ്റിൽ ഉള്ളത്. പിന്നെ ചില ഫ്ലൈറ്റ്സിലോ മിക്കവാറും എല്ലാ ഫ്ലൈറ്റ്സിലും ഈ ക്യാരി ഓൺ ലഗേജ് അല്ലാതെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാഗ് എക്സ്ട്രാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഐ തിങ്ക് സോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരി ഓൺ ബാഗേജസിൽ നമുക്ക് 100 ml കൂടുതൽ ലിക്വിഡ്സ് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എല്ലാ ഇലക്ട്രോണിക് വിധ സാമഗ്രികളും പിന്നെ ലിഥിയം ബാറ്ററീസ് ആയിട്ടുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ക്യാരി ഓൺ ബാഗേജസിൽ വെക്കണം. ലിഥിയം ബാറ്ററീസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫോണ്, ചില ആളുകളുടെ കയ്യിൽ സ്പെയർ ഫോൺസ് ഉണ്ടാവില്ല. ഇപ്പോൾ അല്ലെങ്കിൽ സ്പെയർ ഫോൺസ് എല്ലാം നമ്മൾ നമ്മുടെ ക്യാരി ഓൺ ബാഗേജസിൽ വെക്കണം. ലാപ്ടോപ്പ്, ടാബ്ലറ്റ്സ്, കിൻഡിൽ ഉണ്ടെന്ന് ചിലർക്ക് റീഡേഴ്സ് ഉണ്ടാവില്ലേ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ക്യാരി ഓൺ ബാഗേജസിൽ വെക്കണം. ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ, ഡ്രോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, കുറച്ചിങ്ങനെ വിയേർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ക്യാരി ഓൺ ബാഗേജസിൽ വെക്കണം. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അത് മറക്കരുത്. കാരണം ഇൻ കേസ് അവർ നമ്മുടെ ലഗേജ് എന്തെങ്കിലും സ്കാൻ ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനം അവരുടെ കണ്ണിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് അഴിപ്പിച്ച് പിന്നെ ഭയങ്കര മെനക്കെടാവും. അപ്പം അതിനെക്കാട്ട് എളുപ്പം നമ്മുടെ ക്യാരി ഓണിൽ വെക്കുന്നതാണ്. ഈ 100 ml കൂടുതലുള്ള സാധനങ്ങൾ നമുക്ക് ക്യാരി ഓണിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ലിക്വിഡ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, ലോങ് ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ മേ ബി ഒരു 20 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മുഖം കഴുകണം, ഒന്ന് എന്താ പറയുക ഹാൻഡ് വാഷോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കീപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ട്രാവൽ സൈസ് പാക്കേജസ് കിട്ടും എല്ലാ സാധനങ്ങളുടെയും. ഇപ്പം ടൂത്ത് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ, ഷാംപൂ, കണ്ടീഷണറൊന്നും ആവശ്യം വരില്ല. പക്ഷേ എന്നാലും അങ്ങനത്തെ സാധനങ്ങൾ, സാനിറ്റൈസർ, ലിപ് ബാം, ഹാൻഡ് ക്രീം, ലിപ്സ്റ്റിക്ക്, കോസ്മെറ്റിക്സ്, അതുപോലെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള സാനിറ്ററി സാധനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് വിച്ച് ഈസ് എൻ ഈസിയർ വേ. നമ്മൾ കുറച്ചിങ്ങനെ നമ്മുടെ ചിലപ്പോൾ ഇപ്പോൾ മേക്കപ്പ് ബാഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ക്യാരി ചെയ്യാണ്ട് യു ഡു വൺ തിങ്, ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്കിൻ്റെ സമയത്ത് ഇപ്പോൾ അവർ ഇൻ കേസ് ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് സ്കാനറിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിത് സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ട് അവർ പറഞ്ഞോളൂ ഓക്കോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഡു ദിസ് ഇഫ് യു ആർ ട്രാവലിംഗ്. പിന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ, അതായത് ഓൺ ദ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ഫ്ലൈറ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ ലഗേജ് ബാഗിലേക്ക് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മെഡിസിൻസും ഈ പറയുന്ന പോലെ ഒരു ക്ലിയർ ബാഗിലാക്കുക, ട്രാൻസ്പെറൻറ്റ് ബാഗിലാക്കിയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ സാധനങ്ങൾ പുതിയതാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ ആദ്യം വരുമ്പോൾ ഞാൻ കുറേ എമൗണ്ട് ഓഫ് ഗുളികകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ പനിയുടെ, ജലദോഷത്തിൻ്റെ, തലകറക്കത്തിൻ്റെ, തലവേദനയുടെ, പല്ലുവേദനയുടെ, മൂക്കുവേദനയുടെ, കണ്ണുവേദനയുടെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വലിയൊരു എമൗണ്ട് ഓഫ് ഗുളികകൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇതുകൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു ബാഗിലാക്കിയിട്ട് പ്രിസ്ക്രിപ്ഷൻ അഥവാ ബില്ല്, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇപ്പം നമ്മൾ ഡ്രഗ് ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഈ മരുന്ന് നമ്മൾ കടത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ ഗൾഫിൽ, ഇപ്പോൾ ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൾഫിലാണ് നമ്മുടെ ഒരു പിറ്റ് സ്റ്റോപ്പ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ മരുന്ന് കടത്താണോ എന്നുള്ള സംശയമൊന്നും വരാണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബില്ലോ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ കരുതുന്നത് നന്നായിരിക്കും. ഇവിടെ തേങ്ങ, സ്പൈസസ്, എന്തെങ്കിലും തരത്തിലുള്ള വള്ളികൾ, അതായത് റോപ്പ്, പിന്നെ അതേപോലെ ടേപ്പ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം, അതായത് നമ്മളിപ്പോൾ കോക്പിറ്റിൽ കയറി നമ്മൾ പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുക,
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലേ, ആ സിറ്റുവേഷന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും അവർ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കോക്കനട്ട് എന്ന് പറയുമ്പോൾ തേങ്ങ ഇങ്ങനെ ബോംബ് പോലെയൊക്കെ ഇരിക്കണത് കൊണ്ടാണ് തോന്നുന്നത്, എനിക്കറിയില്ലതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ തേങ്ങ പ്രൊഹിബിറ്റഡ് ആണ്. എന്തെങ്കിലും സ്പൈസസ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ണിലിട്ടിട്ട് നമുക്ക് ഹൈജാക്ക് ചെയ്യാമല്ലോ. നമുക്ക് ഹൈജാക്ക് ചെയ്യാന്നല്ല, പക്ഷേ അങ്ങനെ ചെയ്യണവരുണ്ടാവുമല്ലോ. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനാണ് തോന്നുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഫ്ലെയിമബിൾ ആയിട്ടുള്ള പെട്രോള്, മണ്ണെണ്ണ, ഡീസല്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ ക്യാരി ഓണിൽ. ഓക്കെ, കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ റൂൾസ് അത് അലോ ചെയ്യാനുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഗൾഫിലാണ് ഇറങ്ങുന്നത് ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ ചോദ്യം ചെയ്യപ്പെടും. സോ ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ചെക്കിൻ്റെ സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അവരത് നമ്മുടെ ലഗേജ് അല്ലെങ്കിൽ ക്യാരി ഓൺ അതവർ തുറന്ന് നോക്കിപ്പിച്ച് നമ്മളെ കൊണ്ട് അതെല്ലാം പുറത്തെടുപ്പിച്ച് നമ്മളുടെ സമയം കളഞ്ഞ് ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റിനുള്ള സമയം ഡിലേ ആയി, ചിലപ്പോൾ ആ ഫ്ലൈറ്റ് മിസ്സായി, എന്തിനാ വെറുതെ മെനക്കെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ക്യാരി ഓണിൽ കൊണ്ടുപോകാതിരിക്കുക. കത്തി, കുത്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവുക. പപ്പടക്കോല്, മറ്റേ തവി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് സെക്യൂറായിട്ട് നമ്മുടെ ലഗേജിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, അവരത് കയറ്റി വിട്ടോളും. പക്ഷേ ഇതൊന്നും അറിയാതെ പോലും നമ്മൾ നമ്മുടെ ക്യാരി ഓണിൽ വെക്കരുത്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർ ചിലപ്പോൾ അതൊന്നും ചിലപ്പോഴല്ലാതെ എന്തായാലും എടുത്ത് പുറത്തേക്കിടും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം പോവും. ചിലപ്പോൾ നമുക്കിപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് അടുത്ത ഫ്ലൈറ്റിനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് പാനിക്കായി ഇതുവരെ സോൾവ് ചെയ്യണ സമയം കൊണ്ട് നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മുടെ കിളി പോയി, അതൊക്കെ കഴിഞ്ഞ് കിളി തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക വീട്ടിൽ നിന്ന് ഇറങ്ങണേക്കാട്ടി മുന്നേ. ഈ വക ആക്രമണ വിധത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ലഗേജിലാണ് വെച്ചിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവർ തുറന്ന് നോക്കിപ്പിക്കും. ഇപ്പം എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം ഞാൻ വരുമ്പോൾ എൻ്റെ കൊട കാരണം കൊടയിൽ ഇങ്ങനെ കുറേ കമ്പും ഇതില്ലേ നമ്മുടെ. അപ്പം ഞാൻ അവിടുന്ന് വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ കുടകളെല്ലാം ഭയങ്കര വീക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വരുമ്പോൾ പോപ്പിക്കൊട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോപ്പിക്കൊട എന്താ പറയുക, സ്കാൻ ചെയ്ത സമയത്ത് കുറേ ഇരുമ്പിൻ്റെ കമ്പ് കണ്ടത് കൊണ്ടാണ് തോന്നുന്നു അവരതിനെ കൊണ്ട് തുറപ്പിച്ചു. ഞാൻ അവിടെ വെച്ച് കുട തുറന്ന് എയർപോർട്ടിൽ വെച്ച് കുട തുറന്ന് കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് ആയുധങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനിത് അടച്ചു വെച്ചത്. അതേപോലെ ഈ സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുഖം സ്ക്രബ് ചെയ്യണതും ഒരു ഫേസ് പാക്ക് ആപ്ലിക്കേറ്റർ ആണ്. ഇത് സിലിക്കോൺ ആണ് സംഭവം, ബെൻഡബിൾ ആണ്. പക്ഷെ ഇതൊരു സ്കാൻ ചെയ്തപ്പോൾ അവർക്കിത് കണ്ടപ്പോൾ തോന്നി എന്തോ ആക്രമിക്കാനുള്ള സാധനമാണ്. എക്സ്റേ കാണിച്ചിട്ട് ചോദിച്ചു ഇതെന്താ സാധനം എന്ന്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് എന്തൊരു സാധനം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇതെന്തപ്പോൾ ഈ ഷേപ്പിലുള്ള സാധനം ഇന്ത്യയിൽ ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ബാഗ് തുറന്ന് അതിൻ്റെ അകത്ത് എന്തോ ആയിരുന്നു ഈ സാധനം ഇരുന്നത്. അപ്പം അവർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഈ ഷേപ്പിലുള്ള എന്ത് സാധനം അതിൻ്റെ അകത്ത്. അപ്പം എനിക്കും പേടിയായി, ദൈവമേ ഞാൻ അപ്പം ഇതിൻ്റെ അകത്ത് എന്തിട്ടാ വെച്ചിരിക്കുന്നത്. പിന്നെ തുറന്ന് നോക്കുമ്പോഴാണ് ഈ സാധനം കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ അല്ല സാറേ ദിസ് ഇസ് വളയൽ, ദിസ് ഇസ് നോട്ട് കത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഓക്കെ ഭാഗ്യ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അങ്ങനത്തെ സംശയങ്ങൾ ഉളവാക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം നമുക്ക് സമയമാണ് വിലപ്പെട്ടത്. പിന്നെ ക്യാരി ഓണിൽ വെക്കാനുള്ള വേറൊരു ഇമ്പോർട്ടൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതായത് നമ്മുടെ വിസ, നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റർ ഉണ്ടാവുമല്ലോ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാവും. അത് ജോബ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ചില രാജ്യങ്ങളിൽ അവർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പൽസറി പറയും, ട്രാവൽ ഇൻഷുറൻസ് കമ്പൽസറി പറയും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രൂഫ് ഓഫ് ഓൾ ദീസ് സാധനങ്ങൾ നിങ്ങളൊരു ഒറ്റ ഫയലിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലൊരു വാട്ടർ പ്രൂഫ് ഒരു ഫയലിലാക്കിയിട്ട് അത് ക്യാരി ഓണിൽ വെക്കുക. എല്ലാ സമയത്തും നമുക്കിത് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും മറക്കരുത്. കാരണം വിസയും പാസ്പോർട്ടും ഒക്കെ ലഗേജ് ബാഗിലും ക്യാരി ഓൺ ബാഗിലും ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും മക്കളെ നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പൊക്കോളി, ഇവിടെ നിങ്ങളുടെ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ നല്ല എന്തായാലും ഇവർ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കാതിരിക്കുക. ഈ വക സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ സേഫായിട്ടൊരു കോപ്പിയോ എന്തെങ്കിലും കോപ്പി ആണെന്നുണ്ടെങ്കിലും മതി, ലെറ്റേഴ്സിൻ്റെ എല്ലാം കോപ്പി ആണെന്നുണ്ടെങ്കിലും മതി. പക്ഷേ എല്ലാ സാധനങ്ങളും കയ്യിൽ വെക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്ന ചില രാജ്യങ്ങളിൽ ദേ ഡിമാൻഡ് യുവർ അഡ്രസ് പ്രൂഫ് ഇമിഗ്രേഷൻകാർ ചോദിക്കും ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് വേറൊരു രാജ്യത്തിലേക്ക് നമ്മൾ പറിച്ച് നടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നടപ്പെടലല്ലോ, ആരും നമ്മളെ കുത്തിനും പിടിച്ചിട്ട് പൊക്കോ എന്ന് പറയലല്ലോ, നമ്മൾ സ്വയമേ വണ്ടി കയറി വരണതാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ രാജ്യത്തേക്ക് നമ്മളെ തന്നെ പറിച്ചു നടുമ്പോൾ എന്തൊക്കെ ആവശ്യ സാധനങ്ങൾ കൊണ്ടുവരണം, ഞാൻ എന്തൊക്കെ എക്സ്ട്രാ കൊണ്ടുവന്നു, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ പിന്നാലെ ചെയ്യാം. ഇഫ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ബാക്കിയും കൂടെ പറയൂ, അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറയൂ എന്ന് പറയുകയാണെന്ന് കമൻറ്റിൽ പറയണം. ഒരാളെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ ചെയ്യുന്നതാണ്, അല്ലെങ്കിലും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ ഐ ബി വെരി ഹാപ്പി ഇഫ് സംബഡി കമൻറ്റ്സ് പ്ലീസ് ഡു എ വീഡിയോ ഓൺ സ്റ്റഫ്സ് ടു പാക്ക് എന്നുള്ള രീതിയിൽ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി വെരി ഹാപ്പി. പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ എയർലൈൻസ് 24 മണിക്കൂറോ 48 മണിക്കൂറോ മുന്നേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അവർ തരും. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എയർലൈൻസ് ഇപ്പം നിങ്ങളൊരു ഗൾഫ് എയറിൽ സ്റ്റിക്ക് ചെയ്യുകയാണ്, ഗൾഫ് എയറിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫെയർ നിങ്ങൾക്ക് അതായത് ടിക്കറ്റ് ഫെയർ നിങ്ങൾക്ക് ഫീസിബിളായിട്ട് തോന്നുകയാണ്, യു ആർ പ്ലാനിങ് ടു സ്റ്റിക്ക് ഓൺ ടു ഗൾഫ് എയർ ഫോർ യുവർ ഫ്യൂച്ചർ ട്രാവൽസ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു രജിസ്റ്റർ ഫോർ ദെയർ ലോയൽറ്റി പ്രോഗ്രാം. നമുക്കൊരു മേ ബി നമ്മളൊരു 2 ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 50 യൂറോ 60 യൂറോ ഒക്കെ ലാഭം വരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഈ ലോയൽറ്റി പ്രോഗ്രാമിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. സോ ലാഭം കിട്ടുന്ന ഒരു വഴി നമ്മൾ ഒഴിവാക്കരുത്. അങ്ങനത്തെ ലോയൽറ്റി പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്ത് ഇടുക തരും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് അവർ മെയിൽ അയക്കും, ഭാഗ്യ നിങ്ങൾ 48 മണിക്കൂർ കഴിയുമ്പോൾ ട്രാവൽ ചെയ്യാൻ പോവല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ് ചെക്ക് ഇൻ ചെയ്യുക. അവർ മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കയറുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, മേ ബി നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, അഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, നമ്മുടെ ഫോൺ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് ചെക്കിന് ചെയ്യാൻ പറ്റും. അപ്പോൾ വെബ് ചെക്ക് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് പോയാൽ മതി. ഓക്കെ. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു, വിസ വന്നു, ടിക്കറ്റ് എടുത്തു, ബാഗ് പാക്ക് ചെയ്തു. ഇനിയുള്ളത് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇറങ്ങിക്കോ. 2 മണിക്കൂർ നേരത്തെ അവിടെ എത്തിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകില്ല. പക്ഷേ ഇൻ കേസ് ട്രാഫിക് വന്ന് ടയർ പഞ്ചറായി, എന്തെങ്കിലും ചെറിയ ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പം വരാൻ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായ്മ വന്നു, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എത്തുന്നതെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാവില്ലേ. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ നേരത്തെ എത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുടെ അടുത്തും ലാസ്റ്റ് ബായിയൊക്കെ ബിഡ് ചെയ്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ സേഫായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. 4-4.5 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തുന്ന രീതിയിൽ പോവുക. എന്നിട്ട് ഒരു 1-1.5 മണിക്കൂർ റിലാക്സ് ചെയ്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരുടെ അടുത്തും ബായിയൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3 മണിക്കൂർ ക്ലിയർ ഗ്യാപ്പുള്ള രീതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്ക് അതായത് അവിടെ കുറച്ച് സെക്യൂരിറ്റി ചേട്ടന്മാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കുക, വിസ കാണിച്ചു കൊടുക്കുക, ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക, വേണമെങ്കിൽ വെബ് ചെക്കിൻ്റെ ഒരു സാധനം കൂടി കാണിച്ചു കൊടുക്കുക, എന്തെങ്കിലും പ്രൂഫ്. നിങ്ങളുടെ പ്രിൻ്റ് കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം പ്രിൻ്റ് അവർ ചോദിക്കില്ല, നമ്മുടെ മൊബൈലിൽ കാണിച്ചു കൊടുത്താലും മതി. പക്ഷേ ഇൻ കേസ് നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ എന്തെങ്കിലും ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ വർക്ക് ആവണില്ല, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഞാൻ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഓവർ തിങ്കറാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതല്ല, കുറച്ച് വലുതാണ്, എന്നാലും വേണ്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ അവിടെ വെച്ചിട്ട് അടിച്ചു പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയി ഫോൺ ഓൺ ആവണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് കയറി ഫോൺ ഹാങ് ആയി. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡു വൺ തിങ്, ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ആവശ്യമുള്ള ട്രാവൽ ഡോക്യുമെൻസിൻ്റെ ഒക്കെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുക. അപ്പോൾ നമ്മൾ തിരിഞ്ഞിട്ട് എല്ലാവർക്കും ബൈ ബൈ പറയുക, വിച്ച് ഈസ് എ ഹാർഡ് മൊമെൻറ്റ്, വെരി വെരി ഹാർഡ് മൊമെൻറ്റ്. കരയാതെ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല, ഐ അഷ്വർ യു. അതല്ല, ഓടി രക്ഷപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ട് പോവുക. പക്ഷെ അതെല്ലാം കുറച്ചൊക്കെ മിസ് ചെയ്യുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണു നനയും. സോ കരയാണെങ്കിൽ കരയുക, ടാറ്റയൊക്കെ പറയുക, തിരിച്ച് നോക്കിയിട്ട് ഓരോ ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് ചെക്കിനാണ്. നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ ഇപ്പോൾ ഗൾഫ് എയർ ആണ് പോണത്, ഗൾഫ് എയറിൻ്റെ ഇപ്പോൾ GA271
GA271 എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വീഡൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വീഡൻ നമ്മൾ ചെക്ക് ചെയ്യുക, GA271 ടു സ്വീഡൻ. എന്നിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ഇലക്ട്രോണിക് ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കാണും ഇപ്പോൾ കൗണ്ടർ നമ്പർ 120. അപ്പോൾ നമ്മൾ കൗണ്ടർ നമ്പർ 120ലേക്ക് പോവുക. കൗണ്ടർ നമ്പർ 120 പോയിട്ട് നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്യുക, ഇത് ഈ ഫ്ലൈറ്റിലേക്കുള്ളത് തന്നെയല്ലേ, സ്വീഡനിലേക്ക് തന്നെയല്ലേ. അപ്പോൾ നോക്കി കഴിയുമ്പോൾ യെസ് എന്ന് കാണിക്കും. അല്ല, യെസ് എന്ന് കാണിക്കില്ല, നമ്മളങ്ങനെ നോക്കണം, ആ സംഭവത്തിൽ നോക്കണം. TV ഡിസ്പ്ലേ ഇങ്ങനെ ഉണ്ടാവും ആ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. ഗൾഫ് എയറിൻ്റെ ആ ക്യാബിനിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കൊടുക്കുക, നമ്മൾ ചെക്ക് ഇൻ ചെയ്ത സാധനം കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയും ലഗേജ് എടുത്ത് വെച്ചോളം പറയും. അപ്പോൾ നമ്മൾ അവരുടെ കൺവെയർ ബെൽറ്റിലേക്ക് ലഗേജ് എടുത്ത് വെക്കുക. ഇഫ് 23 ആണ് അവർ പറയുന്നുണ്ടെങ്കിൽ 23യോ ഒരു 500 grams എക്സ്ട്രാ വരെ അവർ അലൗ ചെയ്യും. 23.5 അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ പറയും മക്കളെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ തുറന്ന് പുറത്തേക്ക് ഇട്ടോ, ഇത് പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ 23 സേഫായിട്ട് 23 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും ഓക്കെ, ഒരു ബാഗ് പോയി, 2 ബാഗ് പോയി, അങ്ങനെ എത്ര ബാഗ് ആണെന്നുണ്ടെങ്കിൽ ആ ബാഗിൻ്റെ എല്ലാം ടാഗ് വെച്ചിട്ട് ഓരോരോ ടാഗ് അറ്റാച്ച് ചെയ്തിട്ട് അവർ വിട്ടുകൊണ്ടിരിക്കും ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക്. ആൻഡ് ക്യാരി ഓൺ വെച്ചിട്ട് ക്യാരി ഓൺ 7 kg ആണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും, അതിലൊരു ടാഗ് അറ്റാച്ച് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് അവിടുന്ന് അവർ നമ്മുടെ ബോർഡിംഗ് പാസ് തരും. ബോർഡിംഗ് പാസ് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് നമ്പർ, നമ്മുടെ സോൺ, ഈ 2 സാധനങ്ങളും ബോർഡിംഗ് പാസിലുണ്ട്. ഈ കണക്ഷൻ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ നമ്മളിത് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ച് വെച്ചേക്കുക ഫോർ ദ സേഫർ സൈഡ്. മിക്കവാറും എല്ലാ സംഭവങ്ങളും എയർലൈൻസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യും, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പക്ഷേ ടു ബി ഓൺ ദ സേഫർ സൈഡ് ജസ്റ്റ് ആസ്ക്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇമിഗ്രേഷൻ. അപ്പോൾ ഇമിഗ്രേഷന് പോകുമ്പോൾ ഈ പറയുന്ന സാധനം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, പാസ്പോർട്ട്, ജോലിയുടെ ലെറ്റർ, നമ്മുടെ അഡ്രസ്സിൻ്റെ പ്രൂഫ്, ചെല്ലുന്ന രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് വേണം എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രൂഫ്, ട്രാവൽ ഇൻഷുറൻസിൻ്റെ പ്രൂഫ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇമിഗ്രേഷൻ്റെ സ്ഥലത്ത് ചോദിക്കും. അപ്പോൾ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കും. നമ്മുടെ ചെറിയൊരു ബ്രീഫ് ഒരു ക്വസ്റ്റ്യനെയർ പോലെ ഉണ്ടാവും, എന്തിനാ പോകണേ, നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുക, ഇപ്പോൾ ജോലി ചെയ്യാനാണെങ്കിൽ ജോലിക്കാണ് പോകണമെന്ന് പറയുക. അപ്പോൾ നമ്മുടെ ജോലിയുടെ ലെറ്റേഴ്സും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയും ഓക്കെ, അതെല്ലാം പഠിക്കാനാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെറ്റർ കാണിച്ചു കൊടുക്കുക. ലെറ്റർ കാണിച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറയും ഓക്കെ, അങ്ങനെ പറയും. ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇമിഗ്രേഷൻ ഓഫീസർ പറയും ഈ ക്യാമറയിലേക്ക് നോക്കൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടാവും, ആ ക്യാമറയിലേക്ക് നോക്കണം. അത് നോക്കി കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യാണ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഇയാൾ ഡിപ്പാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു സീൽ അടിച്ചിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ തരും, ഡിപ്പാർട്ടഡ്. അപ്പോൾ നമ്മൾ അത് കൊണ്ടിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഞാൻ യൂഷ്വലി പാനിക് ആവാറുള്ളത്. എനിക്ക് മെനക്കെടാണ്, അതാണ് സംഭവം. പേടിയല്ല, പക്ഷെ മെനക്കെട് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഇവിടെയാണ് നമ്മുടെ സമയം പോകാനുള്ള ചാൻസ് ഉള്ളത്. ബാക്കിയല്ലാതെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ സെക്യൂരിറ്റി വരുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചു നിർത്തി എല്ലാ പെട്ടി അഴിപ്പിച്ച് എല്ലാ സാധനങ്ങളും പുറത്ത് ഇടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ അവിടേക്ക് മാക്സിമം പെട്ടെന്ന് എത്താൻ ശ്രമിക്കുക. ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ അവിടെ നമ്മൾ ചെയ്യുക. ഇങ്ങനത്തെ സാധനങ്ങൾ ചില എയർപോർട്ട്സിൽ അവർ പറയും ലിക്വിഡ്സ് എടുത്ത് പുറത്ത് വയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഒരു അവിടെ ട്രേകൾ ഉണ്ടാവും, ആ ട്രേയിൽ എടുക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രേയിൽ വെക്കുക. നമ്മുടെ ഇലക്ട്രോണിക്സ് എല്ലാം സെപ്പറേറ്റ്, അതായത് ലാപ്ടോപ്പ് ബാഗിൽ ലാപ്ടോപ്പ് പുറത്തേക്ക് എടുക്കുക, ചാർജർ പുറത്തേക്ക് ഇടുക, ഈ വക സാധനങ്ങൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ഊരി വയ്ക്കുക. പിന്നെ വാച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊരി വെക്കുക, നമ്മുടെ മൊബൈൽ ഫോൺസ് വെക്കുക, എന്തെങ്കിലും സ്പീക്കറോ ക്യാമറ മൈക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോരോ ട്രേസിലാക്കി വെക്കുക. ജാക്കറ്റ് ഉണ്ടെങ്കിൽ ജാക്കറ്റ് ഊരി വെക്കുക. അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത്, അതായത് സ്കാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എത്ര ട്രേ ഉണ്ടോ അത്രയും ട്രേ ആക്കി വിടുക. അത് കൺവെയർ ബെൽറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. പാരലലി നമ്മുടെ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. അവർ സ്കാൻ ചെയ്തിട്ട് നമ്മളെല്ലാം കയറ്റി വിടും. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ സേഫ്റ്റി പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. കാരണം അവർ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പിടിച്ചു നിർത്തും പറഞ്ഞാൽ ക്രൂശിക്കാനും നല്ലത്, എന്തിനാണ് ഈ സാധനം ഊരിക്കളയും എന്നുള്ള രീതിയിൽ നമ്മളത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി പിൻസോ അങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മുടെ ഈ സ്കാൻ ചെയ്ത സാധനം കൺവെയർ ബെൽറ്റ് കൂടെ അപ്പുറത്ത് വരും, നമ്മുടെ ലഗേജ്. അപ്പോൾ നമ്മൾ ആ ലഗേജ് എല്ലാം നമ്മൾ റീപാക്ക് ചെയ്യണം. അവിടെ തന്നെ വെച്ചിട്ട് റീപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ റീപാക്ക് ചെയ്യുക. ശേഷം നമ്മൾ ബോർഡിംഗ് പാസിൽ ചെക്ക് ചെയ്യുക ഏത് ഗേറ്റാണ്
ഇപ്പോൾ ഗേറ്റ് നമ്പർ 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് നമ്പർ 3 നോക്കുക. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, എല്ലാ സ്ഥലത്തും ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ A1 ആണെങ്കിൽ ഇങ്ങോട്ട്, G1 ആണെങ്കിൽ ഇങ്ങോട്ട്, G3 ആണെങ്കിൽ ഇങ്ങോട്ട്. ഇൻ കേസ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് കാണുന്ന ഏത് ഓഫീഷ്യലാണോ, എയർപോർട്ടിൽ കുറച്ച് ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവരുടെ അടുത്ത് ചോദിക്കുക A1 എവിടെയാണ്, A2 എവിടെയാണ് എന്ന് ചോദിക്കുക. ചില സ്ഥലങ്ങളിൽ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതായത് A1ലേക്ക് 3 minutes വാക്ക് ഉണ്ട്, A5ലേക്ക് 6 minutes വാക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേസ് കൂട്ടി നമ്മൾ നടന്ന് നമ്മൾ അവിടെ ചെയ്യുക. ഇപ്പോൾ G3 G3 എത്തിയിട്ട് നമ്മളിങ്ങനെ നോക്കുക, നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ തന്നെയാണോ, നമ്മൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിൽ തന്നെയാണോ, നമ്മുടെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് തന്നെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരിക്കുക. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ 50 minutes മുന്നേ ആണ് യൂഷ്വലി ബോർഡിങ് തുടങ്ങുക. അപ്പോൾ ബോർഡിങ് തുടങ്ങുമ്പോൾ അവർ നമ്മുടെ ബോർഡിങ് പാസിൽ സോൺ എഴുതിയിട്ടുണ്ടാവും. സോൺ 1, 2, 3 ആണ് യൂഷ്വലി ഉള്ളത്. അപ്പോൾ ആദ്യം ഫ്ലൈറ്റിലേക്ക് കയറ്റേണ്ടത് എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉള്ള ആളുകളൊക്കെയാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, വീൽ ചെയറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ സ്ട്രോളറായിട്ട് ബേബീസിനെ കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ആദ്യം കയറ്റുക. പിന്നെ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് അവരിനൊക്കെ കയറ്റി കഴിഞ്ഞിട്ടാണ് എക്കണോമിക്കാരനെ കയറ്റുക. അപ്പോൾ എക്കണോമി ആണെന്നുണ്ടെങ്കിൽ അവർ സോൺ 1 ആണ്. സോൺ 1 ഇപ്പോൾ ബോർഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ സോൺ 1 ആണെന്നുണ്ടെങ്കിൽ ക്യൂവിൽ കയറി നിൽക്കുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ചു കഴിയുമ്പോൾ അവർ കയറ്റി വിടും. ബോർഡിംഗ് ബ്രിഡ്ജ്, എയർ ബ്രിഡ്ജ് അങ്ങനെയൊക്കെ പറയും അതിനെ. അതായത് നമ്മുടെ എയർപോർട്ടും ഫ്ലൈറ്റും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ഒഫീഷ്യൽ നിൽക്കണുണ്ടാവും. ദേ ലാസ്റ്റ് എസ് ഓട്ടോ സീറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യും എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതുവഴി പോവുക. അവിടെ ഇങ്ങനെ നമ്മുടെ സീറ്റിൽ കയറി കുത്തിയിരിക്കുക. മേളിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ബാഗ് വെക്കുക. ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ്, ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്ലൈറ്റിൽ ഫുൾ ടൈം സീറ്റ് ബെൽറ്റ് ഉണ്ടാവും. എനിക്ക് ഓൺ ഫ്ലൈറ്റ് എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യാനോ, അതുപോലെ എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ബിക്കോസ് ഐ ഹാവ് എ കണ്ടീഷൻ, ക്ലോസ്ട്രോഫോബിയ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിലെ വാഷ്റൂംസ് യൂസ് ചെയ്യലില്ല. അതുപോലെ തന്നെ ഞാനങ്ങനെ ഇത് പുറത്താക്കിയിട്ട് പിന്നെ എനിക്ക് അവിടെ കഴിച്ചൊന്നും കാണാൻ പോകാനില്ലല്ലോ. അപ്പോൾ ഞാൻ ഫുൾ ടൈം സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചിരിക്കും. വോട്ടെവർ അവർ സൈൻ ഓൺ ആക്കുകയാണെങ്കിലും ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക. എത്ര നേരത്തെ ഫ്ലൈറ്റ് ആണോ ആ ഫ്ലൈറ്റ് കഴിയുമ്പോൾ വണ്ടി ചെന്ന് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാഗ് എടുക്കുക. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യണതിനെക്കാട്ടും മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഇമിഗ്രേഷൻ ഉണ്ട്, ഇറങ്ങുന്ന സ്ഥലങ്ങളിലും ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ സമയത്ത് ഈ സെയിം പ്രോസസ്സ്, അതായത് ഇന്ത്യയിൽ ചെയ്ത സെയിം പ്രോസസ്സ് അവർ നമ്മളടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വന്നത്, എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നത്, നിങ്ങളോട് എത്ര നാൾ സ്റ്റേ ഉണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും. ആ സമയത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ ആളാവുക. അപ്പോൾ നമ്മൾ സ്വീഡനിലാണ് വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ സ്വീഡനിലെ ഒഫീഷ്യൽസ് ആവുക. അപ്പോൾ അവർ ചോദിക്കും വൈ ആർ യു ഹിയർ, എന്തുകൊണ്ടാണ് ഇവിടെ, എന്തിനാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പറയാം നമ്മൾ ജോലിക്കാണ് വന്നത്, ഇതാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഇതാണ് എൻ്റെ സാധനങ്ങൾ, ഇതാണ് എൻ്റെ ഇൻഷുറൻസ്, ഇതാണ് എൻ്റെ ട്രാവൽ കാർഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയും ഓക്കെ വെൽക്കം ടു യുവർ കൺട്രി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സീലടിക്കും. അറൈവ്ഡ്, നമ്മളവിടെ നിന്ന് ഡിപ്പാർച്ചർ പോലെ ഇവിടെ അറൈവൽ എന്ന് പറഞ്ഞിട്ട് അവർ സീലടിച്ചിട്ട് നമ്മളെ പുറത്തേക്ക് ഇറക്കും. ഇത് ഫ്ലൈറ്റിൽ തന്നെ അനൗൺസ് ചെയ്യും നമ്മുടെ ലഗേജസ് എല്ലാം ഈ നമ്പർ ഓഫ് ബെൽറ്റിലാണ് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ബെൽറ്റിൽ ചെന്നിട്ട് നമ്മുടെ ലഗേജസ് കളക്ട് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു കളക്ട് യുവർ ഓൺ ലഗേജസ്. കാരണം ലോങ് ഫ്ലൈറ്റൊക്കെ ആവുന്നത് കൊണ്ട് ചിലപ്പോൾ മേ ബി സെയിം കളറുള്ള ഇഷ്ടംപോലെ പെട്ടികളുണ്ടാവും. അപ്പം നിങ്ങളുടെ പെട്ടി തന്നെയാണ് നിങ്ങൾ എടുത്തത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കളർഫുൾ സാധനം പെട്ടിയോട് അറ്റാച്ച് ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായിരിക്കും. കാരണം ഞാൻ ആദ്യം വന്ന സമയത്ത് ഞാൻ ഒരു വെറൈറ്റിക്ക് ടീൽ കളർ ബാഗ് എടുക്കാമെന്ന് വെച്ചിട്ട് 2 ടീൽ കളർ ബാഗും പിന്നെ ഒരു ബ്ലൂ കളർ ബാഗും പിന്നെ ഒരു ബ്ലാക്ക് കളർ ബാഗുമായിട്ടാണ് ഞാൻ വന്നത്. വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ബെൽറ്റ് നോക്കിയപ്പോൾ ഫുൾ ടീൽ കളർ ബാഗുകൾ, ഒരെണ്ണം പോലും വേറെ കളറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പെട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ആരുടെയൊക്കെ പെട്ടി പോയിട്ട് 2-3 പ്രാവശ്യം പൊക്കി ബെൽറ്റിൽ നിന്ന്, കൺവെയർ ബെൽറ്റിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചു. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് പെട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പെട്ടിയുമ്പോൾ തൂക്കിയിടുകയോ ഞാത്തിയിടുകയോ, അതായത് സ്റ്റിക്കറോ എന്തെങ്കിലും ഒരു സാധനം ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പെട്ടി എടുത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് നമ്മുടെ ലഗേജ് മിസ്സായി പോവുകയാണ്, നമ്മുടെ ലഗേജ് നമുക്ക് കിട്ടിയില്ല, നമ്മുടെ ലഗേജ് പൊട്ടി,
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പം നമ്മുടെ ലഗേജ് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ബോർഡിംഗ് പാസ് തരില്ല. നമ്മൾ ഫ്ലൈറ്റ് തീരണ വരെ, അതായത് ഫ്ലൈറ്റും എയർപോർട്ടും ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീരണ വരെ നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് കളയാൻ പാടില്ല. ബോർഡിംഗ് പാസിൻ്റെ ബാക്കിലോ സൈഡിലോ ഒക്കെ ആയിട്ട് അവരൊരു ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഗേജിൻ്റെ ടാഗ് ആവുക. അപ്പോൾ ആ സാധനം നമ്മൾ കളയരുത്. ഇൻ കേസ് നമ്മുടെ ലഗേജ് മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം വെച്ചിട്ടാണ് എയർപോർട്ടുകാർ അത് ട്രാക്ക് ചെയ്യണത്. അവർ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ പെട്ടി ഇസ്താംബുളിൽ നിന്ന് നമ്മൾ കയറ്റി വിട്ടിട്ടില്ല കേട്ടോ, നിങ്ങളുടെ പെട്ടി ഇപ്പോഴും ഇസ്താംബുളിലാണ്, നിങ്ങൾ മാത്രമേ സ്വീഡനിൽ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ നമുക്കിങ്ങനെ സർപ്രൈസ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ആ ബാർകോഡ് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയും, വി ഹാവ് നോ ക്ലൂ വെയർ യുവർ പെട്ടി ഈസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ സംഭവം കളയരുത്. അതുപോലെ നിങ്ങളുടെ പെട്ടി പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഹാപ്പൻഡ് വിത്ത് മീ വെൻ ഐ വാസ് ഫ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. പക്ഷേ ഐ ഡിഡ്ന്റ് ന്യൂ. അതായത് നിങ്ങളുടെ പെട്ടി പൊട്ടി, എൻ്റെ പെട്ടി പൊട്ടി, കാർഗോ ഡീൽ ചെയ്യണ സമയത്ത് അത് പൊട്ടി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ പൊട്ടിയ പെട്ടിയും കൊണ്ടിട്ട് ഞാൻ നേരങ്ങി വലിച്ച് വണ്ടി, ട്രെയിൻ, ബസ്സൊക്കെ അത് മറ്റേ ചക്രമൊക്കെ പോയി. പക്ഷേ ഇതെല്ലാം ഞാൻ വലിച്ചു റോട്ടിൽ കൂടെ നിരക്കിയിട്ട് പറഞ്ഞ് ഉന്തി കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ഐ കുഡ് ഹാവ് റേസ്ഡ് എ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ദ എയർലൈൻസ് ആൻഡ് കുഡ് ഹാവ് ക്ലെയിംഡ് കോമ്പൻസേഷൻ. അങ്ങനെ ചെയ്യാം. കാരണം നമ്മൾ അത്രയും എന്താ പറയുക, വാല്യുബിളായിട്ട് നമ്മൾ അവിടുന്ന്, വാല്യുബിൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ സാധനങ്ങളെന്നല്ല പറയണത്, പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് ആക്കിയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവരുടെ മിസ്ഹാൻഡ്ലിങ് പ്രകാരം അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡു ക്ലെയിം യുവർ കോമ്പൻസേഷൻ. നമ്മൾ അവിടുത്തെ എയർപോർട്ടിൽ ചോദിക്കുക, മൈ ലഗേജ് ഹാസ് ബിൻ ഡാമേജ്, വാട്ട് ഐ ഹാവ് ടു ഡു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടാക്സി എടുക്കുക, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുക. അതന്നെ, യെസ്, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രോസസ്. കൂളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, കുറച്ച് എക്സൈറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നോ പ്രോബ്ലം, യു വിൽ ഹാവ് ഫൺ, യു വിൽ ഹാവ് ദിസ് വെരി വണ്ടർഫുൾ എന്താ പറയുക ജേർണി അഹെഡ് ഓഫ് യു, നോ പ്രോബ്ലം. പക്ഷേ അതല്ല, എന്നെപ്പോലത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പാനിക്. അയ്യോ 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു, എന്താ നീങ്ങാത്ത, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കും. ബട്ട് ഡോണ്ട് വറി, ഇറ്റ് വിൽ പാസ്, എവറിത്തിങ് വിൽ പാസ്. എല്ലാം ദിസ് ടു ഷാൽ പാസ്. അതന്നെ, ദിസ് ടു ഷാൽ പാസ്. അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് ടെൻഷൻ അടിച്ചാലും നിങ്ങൾ ഡോണ്ട് വറി അറ്റ് ഓൾ. നിങ്ങൾ ഗൾഫിലാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ആഫ്രിക്കയിലാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ യൂറോപ്പ് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വന്നായി കഴിയുമ്പോൾ യു വിൽ ഫൈൻഡ് എൻ ഇന്ത്യൻ, യു വിൽ ഫൈൻഡ് സംബഡി ടു ആസ്ക് എനി ഡൗട്ട്സ് ഇഫ് യു സീ അറൗണ്ട്. അതായത് നിങ്ങൾക്ക് പാനിക് ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളോ അല്ലെങ്കിൽ ഒരു ഇന്ത്യനോ എങ്ങനെ പോയാലും നിങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ, യു വിൽ ഫൈൻഡ് സംബഡി ഇൻ യുവർ എയർപോർട്ട്. ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക. എല്ലാ എയർപോർട്ടിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുക. ഡോണ്ട് പാനിക്, ഡോണ്ട് സ്ട്രെസ്. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് കയറി നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. വീട്ടിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന ഒരു കാലിബർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതും ക്ലിയർ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന ഇതുണ്ടാവും. പിന്നെ എന്ത് ഡൗട്ട് വന്നാലും പെട്ടെന്ന് ഫൈൻഡ് എൻ ഒഫീഷ്യൽ. അതായത് കുറേ സമയം നിന്ന് കറങ്ങാൻ നിൽക്കരുത്. പെട്ടെന്ന് ഫൈൻഡ് എൻ ഒഫീഷ്യൽ, ആസ്ക് ദം വാട്ട് ടു ഡു, ദേ വിൽ ഗൈഡ് അസ് വിത്ത് ദ ഹോൾ പ്രോസസ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ലോങ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ വെരി എന്താ പറയുക, നിങ്ങൾക്കിത് അത്യാവശ്യമുള്ളൊരു സാധനമാണെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതായത് അവസാനം വരെ ഈ വീഡിയോ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദറ്റ് ദിസ് വാസ് യൂസ്ഫുൾ ഫോർ യു. ആൻഡ് നിങ്ങളിപ്പോൾ അടുത്തെങ്ങാനും പുതിയൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ദ വെരി ബെസ്റ്റ്. ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഇൻ ദ ബിഗിനിങ്. ഹെഡ്സ് അപ്പ്. ഭയങ്കര പാടായിരിക്കും ആദ്യത്തെ കുറച്ച് നാൾ സർവൈവ് ചെയ്യാൻ. യു വിൽ ഹാവ് ദ ഹോം സിക്നെസ്, യു വിൽ ഹാവ് ദ ക്രേവിങ്സ് ഫോർ യുവർ ഫുഡ്. കൂട്ടുകാരെ മിസ് ചെയ്യും, വീട്ടുകാരെ മിസ് ചെയ്യും, നാട്ടുകാരെ മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓവർ
ഐ എം സ്പിറ്റിംഗ് ദ ട്രൂത്ത്. നാട്ടുകാരെ മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ ക്ലോസ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള വീട്ടുകാരെയും നമുക്ക് നമ്മുടെ ഫാമിലീനെയും നമ്മുടെ പാർട്ട്നേഴ്സിനെയും നമ്മുടെ സിബ്ലിങ്സിനെയും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷേ യു വിൽ മേക്ക് ഇറ്റ് ത്രൂ. എന്താണെന്നുണ്ടെങ്കിലും ഇഫ് യു ഹാവ് ടേക്കൺ എ ഡിസിഷൻ ടു മൂവ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ യു ആർ പവർഫുൾ ആൻഡ് സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് യു ആർ. അപ്പോൾ അതുകൊണ്ട് if you are somebody who is planning to travel soon out of your country, out of your home, out of your comfort zone, all the very best, and you are stronger than what you think you are. And what next? ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, കുറച്ചും കൂടി നീഡി ആയിട്ടുള്ള വീഡിയോസ്. ആൻഡ് this is a place where I gather my memories before it expires. So I'll see you soon, hopefully with കുറച്ചും കൂടി നല്ല വിശേഷങ്ങൾ, കുറച്ചും കൂടി നല്ല വീഡിയോസ്. And until then, എല്ലാവർക്കും bye bye.